ഇന്ന് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ സെക്ഷനിലോട്ട് പോവുകയാണ്. നമ്മൾ ആദ്യത്തെ 2 സെക്ഷനുകൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ. ഈ സെക്ഷനിൽ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ്. ഇവിടെ 4-5 ടെസ്റ്റുകൾ പഠിക്കാനുണ്ട്. ഇതിലെ ആദ്യത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടതാണ്. അതായത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ഈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ നമ്മൾക്കിവിടെ ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് മുതലാണ്. ആദ്യത്തെ ടെസ്റ്റ് നിങ്ങൾക്കത് വായിക്കുമ്പോൾ അറിയാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് സപ്പോസ് ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ആൻഡ് വൈ ഈക്വൽ ടു വൈ എൻ ആർ നോൺ സീറോ റിയൽ സീക്വൻസസ് ആൻഡ് സപ്പോസ് ദാറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് എക്സിസ്റ്റ് ഇൻ ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ. Then A, if R not equal to 0, then sigma xn is absolutely convergent if and only if sigma yn is absolutely convergent. If R equal to 0 and if sigma yn is absolutely convergent, then sigma xn is absolutely convergent. Proof text il parayunnathu the result follows immediately from our theorem 3.7.8 ആണ്. അതായത് പ്രത്യേകിച്ച് ഒന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് പറയാനില്ല. ഇവിടെ ഈ തീറം പറയുന്നത് ഇങ്ങനെയാണ്: സീക്വൻസ് എക്സ് എന്നും സീക്വൻസ് വൈ എന്നും 2 നോൺ സീറോ റിയൽ സീക്വൻസ് ആണ്. ആർ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏതിനോട് ഇക്വലൻ്റ് ആണ്. ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ എന്നത് ആർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ എന്നെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എന്നും വൈ എന്നും ഒന്നിച്ച് കൺവേർജ് ചെയ്യുന്നുവെന്നും ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ വൈ എൻ കൺവേർജൻ്റ് ആണെങ്കിൽ എക്സ് എന്നും കൺവേർജൻ്റ് ആണെന്നും നമ്മൾ ഓൾറെഡി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലെ എക്സ് എന്നും വൈ എന്നിനും പകരം ഇവിടെ എന്താ വരുന്നത്? മോഡ് എക്സ് എന്നും മോഡ് വൈ എന്നും. അപ്പോൾ മോഡ് എക്സ് എന്നും മോഡ് വൈ എന്നും എടുക്കുമ്പോൾ കൺവേർജൻസ് എന്നുള്ളത് എന്തായിട്ട് മാറും? യെസ്, അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ആകും. അപ്പോൾ സെയിം കമ്പാരിസൺ ടെസ്റ്റിൻ്റെ റെപ്പറ്റീഷനാണ് അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ഇത്രയുമേ പറയുന്നുള്ളൂ. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അതായത് നേരത്തെ തിയറവുമായിട്ട് എന്താ വ്യത്യാസം, ടെസ്റ്റുമായിട്ട് എന്താ വ്യത്യാസം? അതിലെ എക്സ് എന്നിനും വൈ എന്നിനും പകരം ഇവിടെ എന്ത് വരുന്നു? മോഡ് എക്സ് എന്നും മോഡ് വൈ എന്നും. അപ്പോൾ മോഡ് എക്സ് എന്നും മോഡ് വൈ എന്നും എടുക്കുമ്പോൾ കൺവേർജൻസ് എന്നുള്ളത് അബ്സല്യൂട്ട് കൺവേർജൻസ് ആകും. ഓക്കെ, അപ്പോൾ സെയിം കമ്പാരിസൺ ടെസ്റ്റിൻ്റെ ഒരു വളരെ റെപ്പറ്റീഷൻ തന്നെയാണ് അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഇങ്ങനെയാണ് പോകുന്നത്. അടുത്ത ടെസ്റ്റാണ് റൂട്ട് ടെസ്റ്റ്. അടുത്തത് റൂട്ട് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ റൂട്ട് ടെസ്റ്റ് പറയുന്നത് ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ ആർ. ഫസ്റ്റ് പാർട്ട്, ഇഫ് ദെയർ എക്സിസ്റ്റ് ആർ ഇൻ ആർ വിത്ത് ആർ ലെസ് ദാൻ 1 and k in n such that modulus of xn the whole raised to 1 by n less than or equal to r for n greater than or equal to k, then the series sigma xn is absolutely convergent. B part പറയുന്നത് if there exists k in n such that modulus of xn the whole raised to 1 by n greater than or equal to 1 for n greater than or equal to k, then the series sigma xn is divergent. ക്ലിയർ? അപ്പോൾ ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? മോഡുലസ് ഓഫ് എക്സ് എൻ ദ ഹോൾ റേസ് ടു 1 by n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പോൾ ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ ദ സീരീസ് സിഗ്മ എക്സ് എൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൺവേർജൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ നമ്മൾക്ക് എഴുതാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ മോഡുലസ് ഓഫ് എക്സ് എൻ ദ ഹോൾ റേസ് ടു 1 by n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ റേസ് ടു എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം.
അപ്പോൾ നമുക്കറിയാം ദ ജോമെട്രിക് സീരീസ് സിഗ്മ ആർ റേസ് ടു n is convergent for 0 less than or equal to r less than or equal to 1 അല്ലേ? സിഗ്മ ആർ റേസ് ടു n എന്നത് ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസ് കൺവേർജ് ആകണമെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 1 എന്നതാണ് കണ്ടീഷൻ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും എക്സെന്നിൻ്റെ സ്ഥാനത്ത് മോഡ് എക്സെൻ ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ക്ലിയർ ആണ് നമ്മുടെ പ്രൂഫ്. ഇവിടെ സിഗ്മ ആർ റേസ് ടു n കൺവേർജൻ്റ് ആണ് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മോഡ് എക്സെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എൻ ആണ്. അപ്പോൾ നമ്മുടെ നേരത്തെ തിയറം യൂസ് ചെയ്യാം. ആർ എൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്തു പറയാം? നമ്മുടെ ഗിവൻ സീരീസും കൺവേർജൻ്റ് ആണ് വെൻ ആർ ലെസ് ദാൻ 1. ഇനി ബി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബി പാർട്ടിൽ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? മോഡ് എക്സെൻ ദ ഹോൾ റേസ് ടു 1/n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. അതായത് 1ഓ 1നേക്കാൾ വലിയ ഒരു നമ്പറോ ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സം എന്നത് എന്നിനേക്കാൾ വലുതാണ് എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ ഒരു ഡൈവേർജൻറ്റ് സീരീസിനേക്കാൾ വലുതായിട്ടാണ് ആര് വരുന്നത്? എക്സൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിഗ്മ എക്സൻ ഇസ് ഡൈവേർജൻറ്റ്. അപ്പോൾ ഇത് വളരെ ഒബ്വിയസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ നമ്മുടെ കോമൺ റേഷ്യോ 1 ആയിരിക്കാം, അല്ലെങ്കിൽ 1നേക്കാൾ വലുതായിരിക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ സം ആരേക്കാൾ വലുതാണ്? എന്നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ആ ഡൈവേർജൻറ്റ് സീരീസിനേക്കാൾ വലുതായിട്ടാണ് ആര് വരുന്നത്? നമുക്ക് ആര് വരുന്നത്? എക്സൻ വരുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിഗ്മ എക്സൻ ഇസ് ഡൈവേർജൻറ്റ് എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഈ റൂട്ട് ടെസ്റ്റിൻ്റെ കൊറോളറിയാണ്. കൊറോളറി എന്താ പറയുന്നത്? ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ ആർ ആൻഡ് സപ്പോസ് ദാറ്റ് ദ ലിമിറ്റ് ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സ് എൻ ദ ഹോൾ റേസ് ടു 1/n എക്സിസ്, then sigma xn is absolutely convergent when r less than 1 and divergent when r greater than 1. നേരത്തെ തീരത്തിൻ്റെ കൊറോളറി ആണിത്. നേരത്തെ തീരത്തിൽ എന്തായിരുന്നു നേരത്തെ തീരത്തിൽ? മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആയിരുന്നു നേരത്തെ തീരത്തിൽ അല്ലേ? നമ്മളോട് പറഞ്ഞിരുന്നത് മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ആർ ഈക്വൽ ടു, ഇവിടെ എന്താ പറയുന്നത്? ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ആണ്. അപ്പോൾ ഇത് നേരത്തെ തിയറവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് ആറിനും 1നും ഇടയ്ക്കുള്ള ഒരു R1 കണ്ടുപിടിക്കാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ലെസ് ദാൻ R1 ആണ് അല്ലേ? ഇവിടെ ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n. നമുക്കറിയാം നമ്മുടെ തിയറത്തിൽ മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. ആറ് 1നേക്കാൾ ചെറുതാണെങ്കിൽ ആറിനും 1നും ഇടയ്ക്കുള്ള ഒരു R1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇംപ്ലൈസ് ലിമിറ്റ് ഓഫ് മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ലെസ് ദാൻ R1. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലിമിറ്റ് ഓഫ് മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n ലെസ് ദാൻ R1 ആണ്. R1 ആരേക്കാൾ ചെറുതാണ്? 1നേക്കാൾ ചെറുതാണ്. സോ നമുക്ക് എന്ത് പറയാം? കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ജോമെട്രിക് സീരീസിനേക്കാൾ ചെറുതാണ്. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ജോമെട്രിക് സീരീസിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആർ ലെസ് ദാൻ 1 ആവുമ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? ലിമിറ്റ് മോഡ് എക്സൻ ദ ഹോൾ റേസ് ടു 1/n എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. അതുപോലെ ആർ ഗ്രേറ്റർ ദാൻ 1 വന്നെങ്കിലോ? അതുപോലെ ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 1നും ആറിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു നമ്പർ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് പറയാം കോമൺ റേഷ്യോ 1 വരുന്ന ഒരു ജോമെട്രിക് സീരീസിനേക്കാൾ വലുതാണ് നമ്മുടെ കയ്യിലുള്ള സീരീസ്. സോ ടോട്ടൽ സം ആരെ എക്സീഡ് ചെയ്യും? എന്നിനെ എക്സീഡ് ചെയ്യും. അതുകൊണ്ട് അത് ഡൈവേർജൻ്റ് ആണ്. സോ ഈ സീരീസും ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളോട് റൂട്ട് ടെസ്റ്റിൻ്റെ കൊറോളറി പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ്.
അപ്പോൾ റേഷ്യോ ടെസ്റ്റ് പറയുന്നത്, അപ്പോൾ റേഷ്യോ ടെസ്റ്റ് ചില ടെസ്റ്റുകൾ നമ്മുടെ പുസ്തകങ്ങളിൽ റേഷ്യോ ടെസ്റ്റ് എന്ന് മാത്രമല്ല പറയുന്നത്, ഡി അലംപേർട്സ് ഇങ്ങനെയാണ്. ഡി അലംപേർട്സ് റേഷ്യോ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഡി അലംപേർട്സ്, ALEMBERTS, ഡി അലംപേർട്സ് റേഷ്യോ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ചില ടെക്സ്റ്റുകൾ അങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്യും. അതായത് ഡി അലംപേർട്സ് എന്ന മാത്തമാറ്റീഷ്യനാണ് ഈ ടെസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഡി അലംപേർട്സ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ടെസ്റ്റ് ഒന്ന് വായിക്കാം. ലെറ്റ് x ഈക്വൽ ടു xn, റൂട്ട് ടെസ്റ്റ് അല്ല, റേഷ്യോ ടെസ്റ്റ്. ലെറ്റ് x ഈക്വൽ ടു xn be a sequence of non-zero real numbers. A part, if there exists r in R with 0 less than r less than 1 and k in n such that mod xn plus 1 by xn less than or equal to r for n greater than or equal to k, then the series sigma xn is absolutely convergent. And if there exists k in n such that mod xn plus 1 by xn greater than or equal to 1 for n greater than or equal to k, then the series sigma xn is divergent. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു സീക്വൻസ് എടുത്താൽ നമ്മൾക്ക് എന്ത് പറയാം? നമുക്ക് അതായത് xn പ്ലസ് 1 ബൈ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു r എന്നുള്ളതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? xn പ്ലസ് 1, ബിക്കോസ് പോസിറ്റീവ് സീക്വൻസ് ആണ്, r ലെസ് ദാൻ ഓർ ഈക്വൽ ടു rxn എന്ന് എഴുതാം. ഇതിലെ xn, അപ്പം xn പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു rxn ആണ്. അപ്പോൾ നമുക്ക് xn എങ്ങനെ എഴുതാം? xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു rxn മൈനസ് 1. അപ്പോൾ xnൻ്റെ സ്ഥാനത്ത് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു rxn മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? xn പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r സ്ക്വയർ xn മൈനസ് 1 എന്ന് കിട്ടി. വീണ്ടും xn മൈനസ് 1ന് പകരം നമ്മൾക്ക് എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു rx മൈനസ് 2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? xn പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ക്യൂബ് xn മൈനസ് 2 എന്ന് കിട്ടി. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ താഴോട്ട് എവിടം വരെ കൊണ്ടുപോകും? k വരെ കൊണ്ടുപോകുകയാണെങ്കിൽ, ഒരു k വരെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് xk പ്ലസ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് മോഡ് xk r റേസ് ടു m എന്ന് നമ്മൾക്ക് കിട്ടും അല്ലേ? ഇങ്ങനെ k വരെ താഴേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മോഡുലസ് ഓഫ് xk പ്ലസ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു r റേസ് ടു m ഇൻറ്റു മോഡ് xk എന്ന് കിട്ടും. ഇവിടെ ഈ xk എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ r റേസ് ടു m എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് സീരീസ് എടുത്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഈ r റേസ് ടു m എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് സീരീസ് എടുത്താൽ നമുക്കൊരു ജോമെട്രിക് സീരീസ് കിട്ടും. അപ്പോൾ ഒരു ജോമെട്രിക് സീരീസിൻ്റെ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കൺവേർജൻറ്റ് സീക്വൻസ് r റേസ് ടു m കൺവേർജൻ്റ് ആണ്, ബിക്കോസ് r ലെസ് ദാൻ 1. അപ്പോൾ ഈ r റേസ് ടു m എന്നുള്ള കൺവേർജൻറ്റ് സീക്വൻസിനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആരാ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്? മോഡ് xk. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കൺവേർജൻസിന് എന്ത് വരില്ല? ഒരു ചേഞ്ചും നമ്മൾക്ക് വരില്ല. അപ്പോൾ മോഡ് xk r റേസ് ടു m എന്താണ്? കൺവേർജൻ്റ് ആണ്. മോഡ് xk r റേസ് ടു m കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് xk പ്ലസ് 1 ഒരു കൺവേർജൻ്റ് ആയതിനേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് നമ്മുടെ സീരീസും കൺവേർജൻ്റ് ആണ്. കണ്ടോ? അപ്പോൾ വളരെ ഈസി ആയിട്ട് എ പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് അത് തന്നെ അടുത്തതിൽ ആണ്, അത് തന്നെ തിരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിലെന്ത് വരും? അത് തന്നെ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് xk പ്ലസ് m നമ്മൾക്ക് എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xk അല്ലേ? അപ്പോൾ ഇവിടുത്തെ കോമൺ റേഷ്യോ ആരാണ്? 1 ആണ് അല്ലേ? കോമൺ റേഷ്യോ 1 ആണ് വരുന്നത്. കോമൺ റേഷ്യോ 1 ആയിട്ടുള്ളതിനേക്കാൾ വലുതാണ്, കോമൺ റേഷ്യോ വലുതായിട്ടുള്ളതിനേക്കാൾ വലുതാണ്. നമുക്കറിയാം കോമൺ റേഷ്യോ 1 ഉള്ളത് തന്നെ ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ അതിനേക്കാൾ കോമൺ റേഷ്യോ 1 ആയിട്ടുള്ളതിനേക്കാൾ വലുതായ ആ സീരീസും എന്താണ്?
ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് റേഷ്യോ ടെസ്റ്റ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് പ്രൂവ് ചെയ്യുന്നത് അല്ലേ. ഒന്നും കൂടെ പറയാം, ഇത് നമ്മൾ ആദ്യത്തെ എ പാർട്ടിൻ്റെ നേരത്തെ തിരിച്ച കേസാണ്. അതായത് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് കെ ആണ്. അപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ 1 ആണ്. കോമൺ റേഷ്യോ 1 ആയത് തന്നെ ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ കോമൺ റേഷ്യോ 1 ആയിട്ടുള്ളതിനേക്കാൾ വലുത്, അപ്പോൾ അതിനേക്കാൾ വലുത് എന്നെടുത്താൽ അത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോ ടെസ്റ്റിൻ്റെ പ്രൂഫ് വരുന്നത്. ഇനി നേരത്തെ ടെസ്റ്റിൽ നമ്മൾ റൂട്ട് ടെസ്റ്റിൻ്റെ കൊറോളറി പറഞ്ഞതുപോലെ തന്നെ റേഷ്യോ ടെസ്റ്റിലും നമ്മൾ കൊറോളറി പറയുന്നു അല്ലേ. അതായത് കൊറോളറി പറയുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ നോൺ സീറോ സീക്വൻസ് ഇൻ ആർ ആൻഡ് സപ്പോസ് ദാറ്റ് ദ ലിമിറ്റ് ആർ ഈക്വൽ ടു ലിമിറ്റ് കണ്ടോ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ exists, then sigma xn is absolutely convergent when r less than 1 and is divergent when r greater than 1. അതായത് r less than 1 ആണെങ്കിൽ ആറിനും 1നും ഇടയ്ക്ക് ഒരു r1 എടുക്കാൻ പറ്റും. ആ r1ഉം മോഡ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ് അല്ലേ, നമുക്കൊരു r1 എടുക്കാൻ പറ്റും. അപ്പോൾ ആ r1ഉം മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എന്നും എന്താണ് അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് പറയൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ടു, നമുക്കറിയാം മോഡ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ടു ആർ ആണ്. പക്ഷേ ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ r1 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലെസ് ദാൻ r1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇത് മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഈക്വൽ ടു ആർ ആണ്. ആർ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്? ലെസ് ദാൻ r1. അതുകൊണ്ടാണ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലെസ് ദാൻ r1. അപ്പം റേഷ്യോ ടെസ്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇക്വലൻ്റ് ആണ് അല്ലേ. ഇത് റേഷ്യോ ടെസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇക്വലൻ്റ് ആയില്ലേ. അപ്പോൾ ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്നും ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻറ്റുമാണ്. കാരണം കോമൺ റേഷ്യോ 1 വരുന്ന ഒരു സീരീസിനേക്കാൾ വലുതാണ്. 1 വരുന്ന സീരീസ് തന്നെ ഡൈവേർജൻ്റ് ആണ്. സോ അതിനേക്കാൾ വലുതായ സീരീസും ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റിൻ്റെ കൊറോളറി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്ര ടെസ്റ്റുകൾ പഠിച്ചു? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പഠിച്ചു, റൂട്ട് ടെസ്റ്റ് പഠിച്ചു, റൂട്ട് ടെസ്റ്റിൻ്റെ കൊറോളറി പഠിച്ചു, ഡി അലംബേർട്സ് റേഷ്യോ ടെസ്റ്റ് പഠിച്ചു, റേഷ്യോ ടെസ്റ്റിൻ്റെ കൊറോളറിയും പഠിച്ചു. ഇനി നമുക്കുള്ളത് ഇൻറ്റഗ്രൽ ടെസ്റ്റ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നതും പറഞ്ഞ് മിക്കവാറും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരുന്ന ഒരു തിയറമാണ് ഇൻറ്റഗ്രൽ ടെസ്റ്റ്. മറ്റേതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും റൂട്ട് ടെസ്റ്റ് ഒക്കെ ചോദിക്കുന്നത്. സ്റ്റേറ്റ് റൂട്ട് ടെസ്റ്റ്, സ്റ്റേറ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് തന്നെ ചോദിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു തിയറമാണ് ഇൻറ്റഗ്രൽ ടെസ്റ്റ്. ഓക്കെ, മിസ് ആദ്യമേ ഇൻറ്റഗ്രൽ ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ലെറ്റ് എഫ് ബി എ പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓൺ സെറ്റഫുൾ ടി സച്ച് ദാറ്റ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Then the series sigma f of k converges if and only if the improper integral 1 to infinity f of t dt equal to limit b tends to infinity integral 1 to b f of t dt exists. In the case of convergence, the partial sum Sn equal to sigma k equal to 1 to n f of k and the sum S equal to sigma k equal to 1 to infinity f of k satisfy the estimate integral n plus 1 to infinity f of t dt less than or equal to s minus Sn less than or equal to integral n to infinity f of t dt. ഇതാണ് ഇൻറ്റഗ്രൽ ടെസ്റ്റ് പറയുന്നത്. നമുക്കിനി എങ്ങനെയാണ് ഈ ഇൻറ്റഗ്രൽ ടെസ്റ്റിൻ്റെ പ്രൂഫ് എന്ന് നോക്കാം. അപ്പം ഈ പ്രൂഫിൽ ഈ തീരത്തിൽ നമ്മൾക്ക് 2 പാർട്ടുണ്ട് അല്ലേ. ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? നമ്മൾക്ക് ഒരു ഇൻട്രവെൽ എടുക്കുകയാണ്. നമ്മളൊരു ക്ലോസ്ഡ് ഇൻട്രവെൽ എടുക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നോളണം, നമ്മളിവിടെ ഒരു ക്ലോസ്ഡ് ഇൻട്രവെല്ലാണ് k-1 k. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്
ക്ലോസ്ഡ് ഇൻ്റർവെൽ K-1 കെയിൽ എഫ് പോസിറ്റീവാണ്, എഫ് ഡിക്രീസിങ് ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഫ് ബി പോസിറ്റീവ് ആൻഡ് എഫ് ഡിക്രീസിങ് ഫങ്ഷൻ ഓൺ ടി സച്ച് ദാറ്റ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അതിന് ക്ലോസ്ഡ് ഇൻ്റർവെൽ K-1 കെയിൽ എഫ് പോസിറ്റീവാണ്, ഡിക്രീസിങ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ K-1 കെയിൽ എഫ് പോസിറ്റീവും എഫ് ഡിക്രീസിങ്ങും ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കാര്യം പറയാം. എഫ് ഓഫ് K-1 ഏറ്റവും വലുതും എഫ് ഓഫ് കെ ഏറ്റവും ചെറുതുമായിരിക്കും. ബിക്കോസ് K-1 കെയിൽ എഫ് ഡിക്രീസിങ് ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എഫ് ഓഫ് K-1 ഏറ്റവും വലുതും എഫ് ഓഫ് കെ ഏറ്റവും ചെറുതുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് കെ ഏറ്റവും ചെറുതും എഫ് ഓഫ് K-1 ഏറ്റവും വലുതും ആയതുകൊണ്ട് നമ്മൾക്ക് എന്തെഴുതാം? എഫ് ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ K-1 ടു കെ എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് K-1 എന്ന് എഴുതാം. ഇനി കെയുടെ വാല്യൂ, നമുക്ക് കെയുടെ വാല്യൂ ഇപ്പോൾ ഒന്നും കൂടെ മിസ് എഴുതാം, ചെറുതാക്കി എഴുതാം. എഫ് ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ K-1 ടു കെ എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് K-1. ഇനി കെയുടെ വാല്യൂ 2 മുതൽ n വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻസിനെ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഇന്നിക്വാളിറ്റി ഇതാണ്. ഈ ഇന്നിക്വാളിറ്റിയിൽ എഫ് ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ K-1 ടു കെ ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് K-1. ഒന്നും കൂടെ വൃത്തിയായിട്ട് എഴുതാം, ക്ലിയർ ആവുന്നില്ല അല്ലേ? എഫ് ഓഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ K-1 ടു കെ എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് K-1. ഇനി ഞാൻ ഇവിടെ കെയ്ക്ക് 2 മുതൽ n വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്പെസിഫിക് വാല്യൂസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്പെസിഫിക് വാല്യൂ കൊടുക്കുമ്പോൾ ദാണ്ട ഈ ലെഫ്റ്റ് മോസ്റ്റ് ഇവിടെ എന്തൊക്കെയാണ് വരിക? കെയ്ക്ക് 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2, എഫ് ഓഫ് 3, അങ്ങനെ ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ എന്ത് വരും? എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് n എന്ന് വരും. ഫൈൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡിൽ എന്ത് വരും? ഇവിടെ എന്താ വരിക? ഒന്ന് മൈൻഡ് ചെയ്ത് നോക്കിക്കേ. കെ ഈക്വൽ ടു 2 എടുക്കുമ്പോൾ 2 - 1, അതായത് 1 to 2 എഫ് ഓഫ് ടി ഡി ടി പ്ലസ് കെയ്ക്ക് 3 കൊടുക്കുമ്പോഴോ പ്ലസ് 2 to 3 എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ആദ്യം എന്ത് വന്നു? ഇൻ്റഗ്രൽ 1 to 2 പ്ലസ് ഇൻ്റഗ്രൽ 2 to 3 പ്ലസ് ഇൻ്റഗ്രൽ 3 to 4, അങ്ങനെ എവിടം വരെ വരും? പ്ലസ് ഇൻ്റഗ്രൽ n-1 to n. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി പ്ലസ് ഇൻ്റഗ്രൽ ബി ടു സി എന്ന് പറയുന്നത് ആരാണ്? ഇൻ്റഗ്രൽ എ ടു സി. അപ്പോൾ അതുപോലെ ഇൻ്റഗ്രൽ 2 to 3 1 to 2 പ്ലസ് 2 to 3 പ്ലസ് 3 to 4 പ്ലസ് എക്സെട്ര പ്ലസ് n-1 to n-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ പറയൂ, നമുക്ക് ഇതിനെ ഇനി എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് ടി ഡി ടി, നടുക്ക് കിടക്കുന്ന ആളെ ഇങ്ങനെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനി റൈറ്റ് മോസ്റ്റ് വാല്യൂ അതാരാണ്? എഫ് ഓഫ് K-1. അപ്പോൾ കെയ്ക്ക് 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 മുതൽ എഫ് ഓഫ് n-1 വരെ വരും നമ്മൾക്ക്, പ്ലസ് എക്സെട്ര എഫ് ഓഫ് n-1. ഓക്കെ, അപ്പോൾ നല്ല നീറ്റായിട്ട് ഒന്നും കൂടെ എഴുതാം. നമ്മൾക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് 2 മുതൽ ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ എഫ് ഓഫ് 2 മുതൽ എഫ് ഓഫ് n വരെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മറ്റേത് എന്താ കിട്ടുന്നത്? എഫ് ഓഫ് 1 മുതൽ എഫ് ഓഫ് n-1 വരെ നമ്മൾക്ക് കിട്ടി. ഓക്കെ, ഇനി എഫ് ഓഫ് 1 മുതൽ എഫ് ഓഫ് n വരെയുള്ള സമ്മിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? എസ് എൻ. എസ് എൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 മുതൽ എഫ് ഓഫ് n വരെ. പക്ഷേ നമ്മുടെ ലെഫ്റ്റിൽ എഫ് ഓഫ് 2 മുതലേ ഉള്ളൂ. അപ്പോൾ എഫ് ഓഫ് 2 മുതൽ എഫ് ഓഫ് n വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? എസ് എൻ മൈനസ് എഫ് ഓഫ് 1 എന്ന് നമ്മൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കിട്ടും? നമ്മൾക്ക് ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂവിന് പകരം നമ്മൾ എന്തെഴുതും? എസ് എൻ മൈനസ് എഫ് ഓഫ് 1
ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡിൽ ഇൻ്റഗ്രൽ അതുപോലെ തന്നെ എഴുതി ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റിൽ എന്തായിരുന്നു 1 മുതൽ n-1 വരെയുള്ളതിൻ്റെ സമ്മ് 1 മുതൽ n വരെയുള്ളതിൻ്റെ സമ്മ് എസ് എൻ ആണെങ്കിൽ 1 മുതൽ n-1 വരെയുള്ളതിൻ്റെ സമ്മ് എന്തായിരിക്കും എസ് n-1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത് ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എൻ മൈനസ് 1 ആണ് അല്ലേ. അപ്പോൾ എസ് എൻ മൈനസ് 1 കൺവേർജൻ്റ് ആണെങ്കിൽ അതിനേക്കാൾ ചെറുതായ ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് ടി ഡി ടിയും കൺവേർജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് ടി കൺവേർജൻ്റ് ആണെങ്കിൽ അതിനേക്കാൾ ചെറുതായ എസ് എൻ മൈനസ് എഫ് ഓഫ് 1ഉം കൺവേർജൻ്റ് ആണ്. ഓക്കെ, ദെർഫോർ ഇൻ്റഗ്രൽ 1 to n എഫ് ഓഫ് ടി ഡി ടി ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീക്വൻസ് എസ് എൻ ഇസ് കൺവേർജൻറ്റ് എന്നാണ് ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാൻ നേരത്തെ നമ്മൾ കെയുടെ വാല്യൂ 2 മുതൽ n വരെ എടുത്തിട്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ നേരത്തെ നമ്മൾ 2 മുതൽ n വരെയുള്ള വാല്യൂസ് എടുത്ത് ആഡ് ചെയ്തതെങ്കിൽ അതിന് പകരം ഇവിടെ n+1 മുതൽ m വരെ ഉള്ളത് എടുത്തിട്ട് ആഡ് ചെയ്യുന്നു. n+1 മുതൽ m വരെ ഉള്ളത് എടുത്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലെ സം എന്താ വരിക? ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലെ സം എന്ത് വരും? Sn+1 മുതൽ Sm വരെ. ഓക്കെ, നമുക്കറിയാം m വരെ ഉള്ളതാണ് ആര്? m വരെ ഉള്ളതാണ് Sm. അപ്പോൾ n വരെ ഉള്ളത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ എന്താ വരിക? Sm മൈനസ് Sn എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ ബി പാർട്ടിൽ നമ്മൾ എടുക്കുന്നത് കെയുടെ വാല്യൂ n+1 മുതൽ m വരെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലെ സമ്മ് Sn+1 മുതൽ Sm വരെ. ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലെ സമ്മ് Sn+1 മുതൽ Sm വരെ. ഇവിടെ Sm എന്ന് പറഞ്ഞാൽ m വരെയുള്ളത്. ഇവിടെ നമ്മൾ n വരെയുള്ള വാല്യൂ എടുത്തിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ എന്ത് വരും? Sm മൈനസ് Sn എന്ന് വരും. ഇനി മിഡിൽ എന്താ വരിക? ഇൻ്റഗ്രേഷൻ എന്താ വരിക? n+1 കൊടുക്കുമ്പോൾ എന്താ വരിക? n മുതൽ n+1 വരെ വരും. അടുത്തത് n+1 മുതൽ n+2 വരെ വരും. അപ്പോൾ കേക്ക് n+1 കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ n to n+1. അടുത്തത് n+2 കൊടുക്കുമ്പോൾ n+1 to n+2. അങ്ങനെ എവിടം വരെയുണ്ട്? m-1 മുതൽ m വരെയുണ്ട്. അങ്ങനെ m-1 മുതൽ m വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലിമിറ്റ് എന്തായിരിക്കും? ഇൻ്റഗ്രൽ n to m എഫ് ഓഫ് ടി ഡി ടി. ഇതാണ് മിഡിലിൽ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇനി റൈറ്റ് മോസ്റ്റ് എൻഡിൽ എന്താ വരിക? റൈറ്റ് മോസ്റ്റ് എൻഡിൽ Sn മുതൽ Sm-1 വരെയുള്ള സമ്മാണ് വരുന്നത്. സോ അതിൻ്റെ ഡിഫറൻസ് ആരാണ്? Sm-1 മൈനസ് Sn-1. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? കണ്ടോ? അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ ഇനിക്വാളിറ്റി എഴുതാം. Sm ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ Sm മൈനസ് Sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡിൽ ഇൻ്റഗ്രൽ n to m എഫ് ഓഫ് ടി ഡി ടി. റൈറ്റ് മോസ്റ്റ് എൻഡിൽ നമുക്ക് എന്ത് വരും? Sm-1 മൈനസ് Sn-1 എന്ന് വരും. ഇവിടെ Sm-ഉം Sn-ഉമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന് n+1ഉം m+1ഉം എടുത്താൽ മനസ്സിലായോ? ഇവിടെ Sm-ഉം Sn-ഉമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന് n+1ഉം m+1ഉം എടുത്താൽ റൈറ്റ് സൈഡ് ഇനിക്വാളിറ്റി എന്ത് വരും? n+1 എടുത്താലും അതായത് m-1ൻ്റെ സ്ഥാനത്ത് m+1 എടുത്താലും നമുക്ക് എന്താ വരിക? എന്ത് വരും? പറഞ്ഞേ, നമുക്ക് എന്താ വരിക? അതായത് n+1 മുതൽ m+1 വരെയുള്ള ഇൻ്റഗ്രൽ Sm-1 മൈനസ് Sn-1നേക്കാൾ ചെറുതാണ് എന്ന് വരും. അപ്പോൾ n-നും m-നും പകരം n+1ഉം m+1ഉം കൊടുക്കുക. അപ്പോഴും ഈ ഇനിക്വാളിറ്റി എന്ത് തന്നെയായിരിക്കും? ട്രൂ ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നും കൂടെ പറയാം. ഇവിടെ Sm-ഉം Sn-ഉമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന് n+1ഉം m+1ഉം എടുത്താൽ റൈറ്റ് സൈഡ് ഇനിക്വാളിറ്റി
റൈറ്റ് സൈഡ് ഇൻഇക്വാളിറ്റി n+1 മുതൽ m+1 വരെയുള്ള ഇൻ്റഗ്രൽ Sm-1 മൈനസ് Sn-1നേക്കാൾ ചെറുതാണ് എന്ന് വരും. അപ്പോൾ എന്നിനും എമ്മിനും പകരം n+1ഉം m+1ഉം കൊടുക്കുക. അപ്പോഴും ഈ ഇൻഇക്വാളിറ്റി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഇക്വാളിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇൻ്റഗ്രൽ n+1 എന്നിനും എമ്മിനും പകരം n+1ഉം m+1ഉം കൊടുത്താൽ ഇൻ്റഗ്രൽ n+1 to m+1 f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടോ Sm മൈനസ് Sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ n to m f of t dt. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് Sm മൈനസ് Sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെ എഴുതിയിട്ടുണ്ട്? ഇൻ്റഗ്രൽ n to m f of t dt. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻഇക്വാളിറ്റി കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്നും Sm മൈനസ് Sn പറയുന്നത് എന്താ പറയുന്നത്? ഇതിൽ നിന്നും Sm മൈനസ് Sn പറയുന്നത് ഇൻ്റഗ്രൽ n+1 to m+1 f of t dt-ക്കും ഇൻ്റഗ്രൽ n to m f of t dt-ക്കും ഇടയ്ക്കാണ് ആര് കിടക്കുന്നത്? Sm മൈനസ് Sn കിടക്കുന്നത്. ഇതിൽ m ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നും കൂടെ എഴുതാമോ ഇൻഇക്വാളിറ്റി? n+1 to m+1 f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു Sm മൈനസ് Sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ n to m f of t dt. റൈറ്റ്. ഇനി ഇവിടെ m ടെൻസ് ടു ഇൻഫിനിറ്റി വന്നാൽ എന്താ കിട്ടുക? n+1 to infinity f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ഇൻഫിനിറ്റി നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് സിഗ്മ k ഈക്വൽ ടു 1 to infinity f of k എന്ന് പറയുന്നത് S ആണ്. സോ S മൈനസ് Sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു n to infinity f of t dt എന്ന് കിട്ടും അല്ലേ? ഇതായിരുന്നില്ലേ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത്? സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ n+1 to infinity f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു S മൈനസ് Sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ n to infinity f of t dt. അതായത് ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി Sm ബിക്കംസ് എന്തായിട്ട് മാറും? S ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ ടെസ്റ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റഗ്രൽ ടെസ്റ്റ്. ഇതിൻ്റെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്ന് തന്നെ നമ്മൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് ചോദിക്കാം കേട്ടോ. ആ ക്വസ്റ്റ്യൻ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻ്റഗ്രൽ ടെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടെസ്റ്റുകൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, അതിൻ്റെ കൊറോളറി, റേഷ്യോ ടെസ്റ്റിൻ്റെ കൊറോളറി, then it's very important test that is integral test. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ടെസ്റ്റുകളുടെ പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.